19 വർഷങ്ങൾക്ക് മുമ്പ് ഇടുക്കി ജില്ലയിൽ നിന്നും വയനാട്ടിലേക്ക് കുടിയേറി പാർത്തവരാണ് എൻ്റെ വല്യമ്മച്ചിയുടെ ആങ്ങളമാർ. അവരെ കാണാൻ വേണ്ടി വയനാട്ടിലേക്കുള്ള യാത്രയാണ് ഞങ്ങൾ കുടുംബത്തിലെ എല്ലാവരും ഒരുമിച്ച്. നമുക്കധികം പരിചയമില്ലാത്ത വയനാട്ടിലെ ഉൾഗ്രാമങ്ങളിലൂടെയാണ് യാത്ര. ഒരുപാട് നാളുകൾ കൂടി കാണുന്ന ഒത്തിരി ആൾക്കാർ ഈ യാത്രയിൽ പരിചയപ്പെടുന്നുണ്ട്. അപ്പോൾ നമുക്ക് അവരുടെ ആഘോഷങ്ങളിലൂടെ ഒന്ന് യാത്ര ചെയ്താലോ? വയനാടിൻ്റെ ഉൾനാടൻ ഗ്രാമങ്ങളിലൂടെയുള്ള യാത്ര. നമുക്കെല്ലാവരും കൂടി ഒരുമിച്ച് യാത്രയിലേക്ക് പോകാം. എല്ലാവർക്കും സുഖമല്ലേ? പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പം എൻ്റെ വല്യമ്മച്ചിയുടെ ഒക്കെ വീട്ടുകാർ. ഇത് പറമ്പുകാട്ട് മല അഥവാ പതിക്കമലയാണ് നമ്മുടെ പിറകിൽ കാണുന്നുണ്ടോ. ആ ഒരു മലയ്ക്ക് മുകളിലാണ് 1960 കാലഘട്ടങ്ങളിൽ അവരെല്ലാം കഴിഞ്ഞിരുന്നത്. അപ്പോൾ അന്നേരം ഈ പല സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുന്ന ആൾക്കാരുടെ എണ്ണം വളരെ കൂടുതലായിരുന്നു. അപ്പോൾ അങ്ങനെ അവരെല്ലാം വയനാട്ടിലേക്കാണ് കുടിയേറി പാർത്തത്. അപ്പോൾ നമുക്ക് ഇന്ന് വല്യമ്മച്ചീനെ കണ്ടത്, അതായത് ഏകദേശം ഒരു 10-15 വർഷമായി വല്യമ്മച്ചി അവരുടെ അടുത്തോടൊക്കെ പോയിട്ടോ വയനാട്ടിലേക്ക്. അപ്പോൾ വല്യമ്മച്ചിക്ക് വയനാട്ടിലോട്ട് പോകണമെന്ന് വലിയൊരു ആഗ്രഹമായിരുന്നു. അമ്മച്ചിക്ക് ഒരു 19 വയസ്സ് മേലുണ്ട്. ഇവിടെയെല്ലാം ഞങ്ങളുടെ കുടുംബക്കാരെല്ലാം കൂടെ കൂടി അങ്ങോട്ട് പോവുകയാണ്. അമ്മച്ചിക്ക് മൊത്തം ആങ്ങളമാർ 7 പേരുണ്ടായിരുന്നു. 2 പേര് മരിച്ചു പോയി. ഇപ്പോൾ 4 പേര് വയനാട്ടിലുണ്ട്. ഒരാളിവിടെ വാഴക്കുളത്താണ്. അപ്പോൾ നമുക്ക് അവരെല്ലാവരെയും കൊണ്ട് വയനാട്ടിലേക്കുള്ള യാത്രയാണ്. ശരിക്കും അവർ മക്കളുടെ മക്കളും കൊച്ചുമക്കളുമായിട്ട് ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു യാത്രയിലാണ് നിങ്ങളെ ക്ഷണിക്കുന്നത് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ തീരുന്നവരെ നിങ്ങളും ഞങ്ങളുടെ കൂടെ ഉണ്ടാവുമെന്ന് കരുതുന്നു. അപ്പോൾ നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം. 22-ാം തീയതി രാത്രിയാണ് ഞങ്ങൾ ഇവിടുന്ന് യാത്ര ചെയ്യുന്നത്. കയറാൻ വേണ്ടി പോകട്ടോ. സമയം 10 മണിയായി. നമ്മൾ രാവിലെ അവിടെ എത്തും. അമ്മച്ചിക്ക് മൊത്തം 7 മക്കളായിരുന്നു. അതിൽ 3 പേര് മരിച്ചുപോയി. അപ്പോൾ ബാക്കി എല്ലാവരും തന്നെ ഉണ്ട്. അപ്പോൾ നമുക്ക് അവരെല്ലാവരും കൂട്ടിയിട്ട് വയനാട്ടിലോട്ട് യാത്ര ചെയ്യാം കേട്ടോ. നമ്മൾ ബസ്സിനുള്ളിലോട്ട് കയറി. ഞങ്ങളിപ്പോൾ ഒരു 10-26 ആൾക്കാരുണ്ട് കേട്ടോ. മക്കളുടെ മക്കളൊക്കെ എല്ലാവരുമായിട്ട്. ഏകദേശം നമുക്ക് 350 കിലോമീറ്ററുള്ള യാത്ര ചെയ്യണം. ഇതാണ് അമ്മച്ചിക്ക് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്തിട്ട് വലിയ പരിചയമില്ല. കാരണം ഒരുപാട് നാളെ അമ്മച്ചി ബസ്സിലൊക്കെ കയറിയിട്ട്. എന്തായാലും നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് കരുതി നേരെ വയനാട്ടിലോട്ട് യാത്ര ചെയ്യാം. അങ്ങനെ നേരം വെളുത്തു. നമ്മൾ അടിവാരത്താണ് ഫുഡ് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അടിവാരത്ത് ഫുഡൊക്കെ കഴിച്ചിട്ട് നമുക്ക് താമരശ്ശേരി ചുരമൊന്നും ഇവരെ ആരും കണ്ടിട്ടില്ല. അപ്പം ഇവരെ ചുരമൊക്കെ കാണിച്ചിട്ട് നമുക്ക് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ ഈ അടിവാരത്തുള്ള ഷൈൻ എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റിൽ കയറി രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു കേട്ടോ. 100 രൂപ പേ ചെയ്താൽ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അൺലിമിറ്റഡ് ഫുഡായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു പെർ ഹെഡ് എന്നാലും നല്ല ഫുഡൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ തിരിച്ച് വീണ്ടും വണ്ടി കയറിയിട്ട് നമ്മൾ വയനാടൻ ചുരത്തിലേക്ക് യാത്രയാണ്. ഈ ചുരം ശരിക്കും പറഞ്ഞാൽ ഈ വഴി പോകുമ്പോൾ സാധാരണ ഇത് രാത്രിയാണ് പോകുന്നത്. പകൽ ഇത് ആദ്യമായിട്ടാണ്. അപ്പോൾ അതുകൊണ്ട് പല ആൾക്കാരും ഈ ചുരം നേരെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ നമുക്ക് ഈ ചുരമൊക്കെ കണ്ട് അങ്ങ് പോവാം. അഞ്ജലു അബി കുരങ്ങനെ കാണാൻ വേണ്ടി ഇരിക്കുന്നത്. അങ്ങനെ പാടാൻ അറിയുന്നവർ കുറേ പാട്ടൊക്കെ പാടി നമ്മൾ ഈ താമരശ്ശേരി ചുരം കയറിക്കൊണ്ടിരിക്കും കേട്ടോ. ശരിക്കും പറഞ്ഞാൽ പിള്ളേർക്കൊക്കെ ഒരു കൗതുകമാണ്. ആദ്യമായിട്ടല്ലേ അവർ ചുരമൊക്കെ കാണുന്നത്. ശരിക്കും നമുക്ക് തന്നെ ഒരു അത്ഭുതമാണ് ഈ ഒരു താമരശ്ശേരി ചുരം. അപ്പോൾ പിന്നെ പിള്ളേരുടെ ആരും പറയണോ. അങ്ങനെ കുറേ നല്ല കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് വയനാടിൻ്റെ ഉൾഗ്രാമത്തിലോട്ടാണ് പോകുന്നത്. ഇനി ചുരം ജസ്റ്റ് ഒന്ന് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഇതിൻ്റെ അപ്പുറത്തോട്ട് നമ്മുടെ വയനാട് കേട്ടോ. ഇതിൻ്റെ പുറത്തേക്കാണ് ശരിക്കും കോഴിക്കോട് ജില്ലയെന്ന് അറിയാമല്ലോ എല്ലാവർക്കും. എന്തായാലും നമ്മളിത് ചുരത്തിലൊന്ന് ഇറങ്ങിയിട്ട് അവരെല്ലാവരും ആ ഒരു 9ാം വളവിൽ നിന്ന് താഴത്തോട്ടുള്ള ചുരമൊക്കെ ഒന്ന് കണ്ട് ആസ്വദിക്കാൻ വേണ്ടി എല്ലാവരും ഇവിടെ വന്നു. എനിക്ക് തോന്നുന്നു ഈ ചുരത്തിൻ്റെ അവിടെ വന്നിട്ട് ഈ 9ാം വളവിലൊന്ന് ഇറങ്ങി ഇവിടുത്തെ കാഴ്ച കാണാതെ ഒരു സഞ്ചാരി വരും പോകില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട്. കാരണം അത്രമാത്രം മനോഹരമാണ് നമ്മുടെ താമരശ്ശേരി ചുരം. നവംബർ 1 കേരളത്തിലെ 12ാമത്തെ ജില്ലയായി വയനാട് രൂപീകരിക്കപ്പെട്ടത്. വയനാട്, മലപ്പുറം, കോഴിക്കോട് എന്നീ ജില്ലകളുടെ ട്രൈ ജംഗ്ഷനിൽ സ്ഥിതി ചെയ്യുന്ന വെള്ളേമലയാണ് വയനാട്ടിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഏകദേശം 2240 മീറ്റർ ഉയരമുണ്ട് ഈ ഒരു കൊടുമുടിക്ക്. കാവേരി നദിയുടെ കൈവഴിയായിട്ടുള്ള കബനി നദിയും ഉത്ഭവിക്കുന്നത് വയനാട്ടിൽ നിന്നാണ്. ഇങ്ങനെ ഒരുപാട് കാഴ്ചകളുണ്ട് നമുക്ക് കാണാൻ. നമുക്ക് ഇതെല്ലാം കണ്ട് മുന്നോട്ട് യാത്ര ചെയ്യാം. അങ്ങനെ നമ്മൾ 320 കിലോമീറ്ററോളം യാത്ര ചെയ്തിട്ട് വയനാട്ടിലെ അമ്പലമല എന്നൊരു കൊച്ചു ഗ്രാമത്തിലെത്തിയിരിക്കുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചിയുടെ ഏറ്റവും ഇളയ ആങ്ങള ഇവിടെയാണ് താമസിക്കുന്നത്. അപ്പോൾ അങ്ങോട്ടാണ് ഞങ്ങൾ വന്നത്. എന്തായാലും അമ്മാവനൊക്കെ വന്ന സമയത്ത് ഇവിടെ ഫുള്ള് വയലായിരുന്നാണ് പറഞ്ഞത്.
ഈ പറഞ്ഞ പോലെ വലിയ മരങ്ങളൊന്നും ഇല്ലായിരുന്നു, ഫുള്ള് വയലായിരുന്നു. അപ്പം നെൽകൃഷി തന്നെയായിരുന്നു ഇവിടെയുള്ളവരുടെ ഒരു മുഖ്യ വരുമാന മാർഗം. എന്തായാലും കുറേ തരിശ് ഭൂമിയും ഇതെല്ലാം അവർ ഈ പറഞ്ഞ പച്ചപ്പിലോട്ട് നട്ട് വളർത്തി ഉണ്ടാക്കിയതാണ്. അപ്പോൾ നമ്മൾ വീട്ടിലൊന്ന് കയറി വന്ന് എല്ലാവരും ഒന്ന് ഫ്രഷായി, എന്നിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് തൊട്ടപ്പുറത്ത് വീട് വരെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ട് അത് അമ്മാവനെ വീടിൻ്റെ മുറ്റത്തേക്കുണ്ട്. അപ്പോൾ നമ്മൾ ഇനി ഇവിടെ ഈ അമ്പലവയലിലുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ നമുക്കൊന്ന് കാണാം കേട്ടോ. അമ്പലവയൽ ഗ്രാമപഞ്ചായത്ത് എടക്കൽ ഗുഹതേ ഈ വഴി 5 കിലോമീറ്റർ പോയാൽ കേട്ടോ. കണ്ടോ, മൊത്തം കമുകാട്ടോ ഇവിടെ, ചെറിയ പാലങ്ങളൊക്കെ. ഇപ്പോൾ ഏറ്റവും ഇളയ അമ്മാവൻ താമസിക്കുന്ന സ്ഥലത്ത് തന്നെ അമ്മച്ചിയുടെ ഒരു അനിയത്തിയും കൂടെ താമസിക്കുന്നുണ്ട്. നമ്മൾ ആ വീട്ടിലോട്ടാണ് പോകുന്നത്. കാരണം ഇത് നമ്മുടെ താഴെ കാണുന്ന ഈ ഒരു പാറ ആനപ്പാറ എന്നാണ്, ആനയുടെ മുഖമുള്ള ഒരു പാറ ആയതുകൊണ്ട് ആനപ്പാറ എന്നൊക്കെ ഇവിടെ അറിയപ്പെടുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു സ്ഥലത്ത് നിന്ന് ഈ അമ്പലവയലിൽ നിന്ന് ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ച് നമുക്ക് പ്രശസ്തമായിട്ടുള്ള എടക്കൽ കേവ്സിൽ എത്തിച്ചേരാം. നമ്മൾ ക്രിസ്മസിൻ്റെ വെക്കേഷൻ ടൈമിലാണ് പോയതുകൊണ്ട് തന്നെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ എല്ലാ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പോകാൻ പറ്റിയിട്ടില്ല. പിന്നെ കുറച്ച് പ്രാദേശികമായിട്ടുള്ള സ്ഥലത്തുകൂടി മാത്രമേ നമ്മൾ പോയിട്ടുള്ളൂ. പിന്നെ കൂടുതലും ബന്ധുക്കളെ കാണുക എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെയാണ് വന്നത്. എന്നാലും കുറച്ച് സ്ഥലങ്ങളൊക്കെ പോയിട്ടുണ്ടാക്കുക നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ. ഇത് അമ്പലവയൽ കണ്ടോ, നോക്കത്ത ആ ദൂരത്തോളം പരന്ന് കിടക്കുന്ന വയലാണ്. ഈ ശരിക്കും പറഞ്ഞാൽ ഇവിടെ വയലിൻ്റെ നടുക്ക് കമുകൊക്കെ ഇങ്ങനെ കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിലൊന്നും അങ്ങനെ കാണാനില്ലല്ലോ കമുക്. അതൊരു വ്യത്യസ്തമായിട്ടുള്ളൊരു കാഴ്ചയാട്ടോ. കുരു തുപ്പി കളയണം കേട്ടോ. ചതുരപ്പയറാണ് അമ്മച്ചി പറിക്കണേ. ഇത് തോരമൊക്കെ നല്ലതല്ലേ? എന്ത് നല്ലതെന്നറിയോ, ഇത് മുതി. വയനാട് എന്നുള്ള പണ്ട് ഫുള്ള് വയലുകളായിരുന്നു കണ്ടോ. അവശേഷിക്കുന്ന കുറച്ച് വയലുകളുണ്ട് കുറേ സ്ഥലത്ത്. അപ്പോൾ ഈ ഒരു സ്ഥലത്ത് ഈ അമ്പലവയൽ ഭാഗത്ത് കുറച്ച് വയലുകൾ കൂടുതലാട്ടോ. എന്നാലും വയലിൽ ഇടയ്ക്ക് വാഴക്കൃഷി ചെയ്യുന്നുണ്ട്, കമുകുണ്ട്, തെങ്ങുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പോൾ നല്ല നിറഞ്ഞിരിക്കുന്നത് നല്ല അടിപൊളി സ്ഥലമാണ്. നമ്മൾ സഞ്ചരിക്കുകയാണെങ്കിൽ വയനാടിൻ്റെ ഉൾനാടൻ പ്രദേശങ്ങൾ ഇതുപോലെ ഒരുപാട് അമ്പലവയൽ, ആനപ്പാറ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ഉൾനാടൻ പ്രദേശങ്ങളുണ്ട്. അതിലൂടെയൊക്കെ പോകണം. ഫേമസ് ആവാത്ത സ്ഥലത്ത് പോലെ നമുക്ക് ഇതുപോലത്തെ ഗ്രാമീണ ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുള്ളൂ. നിങ്ങൾക്ക് ഈ നാട്ടിൻപുറമാണോ കാടാണോ ടൗൺ ഏരിയ ആണോ ഇഷ്ടം? നിങ്ങളുടെ ന്യൂജൻ ആൾക്കാർക്ക്? എനിക്ക് നാട്ടുപുറവും കാടും. കാടും കാട്ടിപ്പോയി നീ എന്നാ ചെയ്യണേ? കാട്ടിപ്പോ നല്ല ശുദ്ധമായ വെള്ളം, ശുദ്ധമായ വായു, പിന്നെ നല്ല തണുപ്പ്, അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഉണ്ടോ? പിന്നെ എനിക്ക് അതിനോട് താല്പര്യം കൂട്ടെ. ടൗൺ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പടിയും പൊടിയും ഇതൊക്കെ ആണല്ലോ. അതല്ലേ, ഇല്ലാത്ത രോഗങ്ങളൊക്കെ പിടിക്കും. അപ്പൊ ഇതാകുമ്പോ ഇച്ചിരി സെറ്റപ്പ് ആണല്ലോ കാട്ടില് താമസിക്കുമ്പോ. ഓക്കെ. ഇവിടെ മുന്നിൽ അവശേഷിക്കുന്ന ഈ വയലുകളാണ് നമുക്ക് അന്നം തരുന്നത്. ആ വയലുകളൊന്നും നിരത്താതെ ഇനിയും ഒരുപാട് പുതിയ പുതിയ കൃഷിക്കാർ ഇറങ്ങട്ടെ എന്ന് ഞാൻ മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട്. തെക്കൻ കൊല്ലി കോളനി എന്നൊരു കോളനി ഉണ്ട്. അവിടെ ഒരു 10-12 കുടുംബക്കാരുണ്ട് കേട്ടോ. ആ കോളനിയുടെ ചേട്ടനാണ് പോണേ. നമ്മൾ അങ്ങോട്ടാണ് കേട്ടോ. ഇവിടെ ഓറഞ്ച് ഉണ്ടായിക്കണോ കേട്ടോ. ഇത് ഫുള്ള് ഓറഞ്ച് ആട്ടോ. എന്തായാലും ഇത് വേറൊരു വീടാണ്. ഗീതു ഇങ്ങനെ ഓറഞ്ച് കണ്ടിങ്ങനെ അതിശയിച്ച് നിൽക്കുമെന്ന് നോക്കിയാണ്. ഇത് വെല്ലുമ്മച്ചിയുടെ ഒരു അനിയത്തിയുടെ വീടാണ്. ഇതുണ്ട് ഇവിടെ കുറേ കോഴികളൊക്കെ ഉണ്ട് കേട്ടോ. ഗിരിരാജ കോഴികളാന്ന് തോന്നുന്നു. അഞ്ചലൊക്കെ എൻ്റെ ഫ്രണ്ടിൽ നിന്ന് കോഴീനൊക്കെ അവർ അടുത്ത് നിന്ന് കാണുക. എൻ്റെ തൊട്ടടുത്ത് തന്നെ ചെറിയ രീതിയിലൊരു തേയിലത്തോട്ടമൊക്കെ ഉണ്ട് കേട്ടോ വയലിൻ്റെ മുമ്പിലായിട്ട്. പാഷൻ ഫ്രൂട്ടാ പഴമായിരുന്നല്ലേ, നാച്ചുറൽ പഴം. ഞാൻ വേറെ എന്തെങ്കിലും സാധനം വെറൈറ്റി സംഭവം ഓർത്തിരിക്കും. വീട്ടിലെ ഓറഞ്ച് ആട്ടോ നമ്മൾ പൊളിച്ച് നോക്കുവാണ്. എല്ലാം പോയി മുത്തിയമ്മയായി. അമ്മത്തിക്കണോ? അമ്മയ്ക്കോ? ഈ പാഷൻ ഫ്രൂട്ട് മേളിൽ നിന്ന് തല്ലി പറിക്കുന്ന കാഴ്ച കേട്ടോ നിങ്ങൾ കാണാൻ. കണ്ടോ കാണിച്ചേ, മൊത്തം സാധനം അടിച്ചു മാറ്റിയോ? കൊള്ളാം. പാഷൻ ഫ്രൂട്ട് വന്നിട്ടോ.
ഇവിടുത്തെ ഫാഷൻ ഫ്രൂട്ടിനൊക്കെ നല്ല മധുരമായതുകൊണ്ട് ഇതുണ്ടോ കൊന്ന പോലെയുള്ള വേറൊരു ചെടി കേട്ടോ, കണ്ടാൽ കണിക്കൊന്നയെന്ന് വിചാരിക്കും. ഇവിടുന്ന് പറിച്ചു വെച്ച ഓറഞ്ച് ഇവിടുന്ന് പറിച്ചാണോ ഓറഞ്ച്? ഞാൻ വലിയ നാരങ്ങ പറിച്ചു. നാരങ്ങ അതെയോ? അമ്മ കാപ്പിപ്പൊടി ഉണ്ട്, ഏലം ഉണ്ട്. പോ നമ്മൾ ഓരോരോ വീട്ടിൽ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യാനുള്ള സമയമുള്ളൂ കേട്ടോ മെയിനായിട്ട്. അപ്പോൾ നമ്മളിതേ അമ്മച്ചിയുടെ അനിയത്തിയുടെ വീട്ടിൽ നിന്ന് അവിടെ ഫുള്ള് വയലാട്ടോ അതിൻ്റെ ഫ്രണ്ടിലായിട്ട്. ദേ നോക്കിയപ്പോൾ അമ്മച്ചി അവിടെ നിന്ന് തന്നെ നടന്ന് അപ്പുറത്തെ വീട്ടിലോട്ട് പോകാട്ടോ. അങ്ങനെ രാത്രിയായി കേട്ടോ. അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടെ ഇന്ന് അമ്മച്ചിയുടെ ഏറ്റവും ഇളയ ആങ്ങളുടെ വീട്ടിലാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. അപ്പം എല്ലാവരും കൂടെ ഈ ഒരു സമയത്ത് ഭക്ഷണം കഴിക്കാനായിട്ട് വന്നു കേട്ടോ. അതേ 5 പുറത്ത് അമ്മാവൻ്റെ ബിരിയാണിയൊക്കെയാണ് ഞങ്ങൾക്ക് വേണ്ടി സെറ്റ് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ അങ്ങ് നിൽക്കുന്നതാണ് കുഞ്ഞമ്മാവൻ. അപ്പോൾ എന്തായാലും നല്ല തണുപ്പാട്ടോ വയനാട്ടിൽ ആ ഒരു സമയത്ത്. എന്തായാലും എല്ലാവരും വന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇനി ചെറിയൊരു അവിടെ അമ്മച്ചിയുടെ ഒരു ആങ്ങളുടെ മകൻ അത്യാവശ്യം നന്നായിട്ട് പാടും കേട്ടോ. അപ്പോൾ പുള്ളിയുടെ ഒരു പാട്ടും കാര്യങ്ങളൊക്കെയാണ് കുറച്ച് കഴിയുമ്പോഴത്തേക്ക് കുട്ടായി കുഞ്ഞായി തൊണ്ടുകുഞ്ഞായി. അമ്മച്ചിയുടെ ഏറ്റവും മൂത്ത ആങ്ങളുടെ മോൻ നന്നായിട്ട് പാടും കേട്ടോ, രാജീവ് എന്നാണ് പുള്ളിയുടെ പേര്. അപ്പോൾ പുള്ളി അവിടെ നിന്ന് പാട്ട് പാടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആ പാട്ടൊന്ന് കേട്ടാലോ? നമ്മളെല്ലാവരും ജീവിതത്തിലൊക്കെ ഒരുപാട് തിരക്കുള്ള ആൾക്കാരാണ്. പക്ഷേ ആ തിരക്കൊക്കെ മാറ്റി വെച്ചാണ് ഇവരെല്ലാം വന്നേക്കുന്നുണ്ട്. ഇവരെല്ലാവരും പല രീതികളിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം നമ്മൾ വരുന്നു പറഞ്ഞിട്ട് എല്ലാവരും ജോലിയൊക്കെ എന്നാ പറയണേ ഓഫൊക്കെ എടുത്ത് വന്നതാണ്. അപ്പം നമ്മൾ ഒരിക്കലെങ്കിലും നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെ റിലേറ്റീവ്സൊക്കെ ദൂരെയൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് പോയി കാണുക, എല്ലാവരും തമ്മിൽ നല്ലൊരു ബന്ധം സ്ഥാപിക്കുക. ശരിക്കും നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ ഇങ്ങനെ കുടുംബമായിട്ടൊക്കെ ഒത്തുചേർന്നിട്ടുള്ള ഇതുപോലുള്ള പ്രോഗ്രാംസൊക്കെ എല്ലാവരും ഒന്ന് സംഘടിപ്പിക്കേണ്ടതാണ് കേട്ടോ. അങ്ങനെ നമ്മൾ അതിരാവിലെ എണീറ്റ് മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറി വഴി നമ്മൾ ഗുണ്ടൽപേട്ട് വരെ പോവാണ്. ഗുണ്ടൽപേട്ട് വരെ പോകുന്നില്ല, ആ റൂട്ട് വരെ ഏകദേശം ഒരു 30 കിലോമീറ്റർ നമുക്ക് ഡ്രൈവ് ചെയ്ത് അവിടെ എത്താൻ പറ്റും കേട്ടോ. പക്ഷേ ഈ പോകുന്ന വഴിക്ക് സൈഡിലൊക്കെ മൃഗങ്ങളൊക്കെ കാണാനുള്ള ചാൻസ് ഉണ്ട്. അതിരാവിലെ എണീക്കുവാണെങ്കിൽ 6 മണിക്ക് ചെക്ക് പോസ്റ്റ് ഓപ്പൺ ആവും. അപ്പോൾ ഈ മുത്തങ്ങയിൽ മാത്രമേ ഉള്ളൂ രാവിലെ രാത്രികാല യാത്ര നിരോധനമുള്ള സ്ഥലം കേട്ടോ. നമുക്കിനി മൈസൂരിനൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നമുക്ക് തോൽപ്പെട്ടി വഴി എപ്പോഴും ചെക്ക് പോസ്റ്റ് ഓപ്പണാണ്, ആ വഴി നമുക്ക് പോകാം കേട്ടോ. എന്തായാലും ഈ വഴി പോകുമ്പോൾ നിങ്ങൾക്ക് ചില സമയത്തൊക്കെ വഴിക്ക് ആനേനെ കാണാൻ പറ്റും, മാൻകൂട്ടങ്ങളെ ഇഷ്ടം പോലെ കാണാൻ പറ്റും കേട്ടോ, അത് ഞാൻ ഗ്യാരണ്ടി പറയുന്നു. എന്തായാലും ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഉള്ളിൽ നമുക്ക് കയറുവാണെങ്കിൽ മുത്തങ്ങയിൽ കയറുവാണെങ്കിൽ കർണാടക, തമിഴ്നാട്, കേരളം ഇതിൻ്റെ 3 ബോർഡർ ഒരു ട്രൈ ജംഗ്ഷൻ ഉണ്ട് നമുക്ക് അതിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതിൻ്റെയൊക്കെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് വേറെ ചെയ്തിട്ടുണ്ട്, നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ പോയി കാണാൻ പറ്റും, ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കയറി നോക്കുക കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്കത് ഇവിടെ വരെ പോയി കുറച്ച് മാനുകളെ മാത്രമേ കാണാൻ പറ്റുള്ളൂ. എന്തായാലും നിങ്ങൾ ഒരിക്കലെങ്കിലും വരുവാണെങ്കിൽ ഈ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയും ഈ റൂട്ടിൽ കൂടെ ഒന്ന് യാത്ര ചെയ്യേണ്ടത് തന്നെ കേട്ടോ. കാരണം അത്രയും മനോഹരമായിട്ടുള്ള റോഡാണ്, എപ്പോഴും വണ്ടികളൊക്കെ ഉള്ള സ്ഥലമാണ്. പക്ഷേ ഈ മാൻകൂട്ടങ്ങളൊന്നും ഒരിക്കലും നമ്മളെ കണ്ടിട്ട് ഉള്ളോട്ട് കയറി പോകുന്നില്ല, ഇങ്ങനെ നോക്കി നിൽക്കും. ഈ മുത്തങ്ങ വൈൽഡ് ലൈഫ് സാങ്ച്വറിയുടെ ഫ്രണ്ടിലായിട്ട് കണ്ടോ ഒരു ചായക്കടയുണ്ട് കേട്ടോ, നല്ല ചായയാണ് ആ ചേട്ടൻ അടിച്ചായിരുന്നത്. എന്തായാലും ഞങ്ങൾ 3 പേരും, ഞാൻ സത്യം കുഞ്ഞായി കുഞ്ഞിക്കൂട്ടം കണ്ട് ഇറങ്ങിയിട്ട് ഒരു ചായ കുടിച്ച് എന്തായാലും ഇതുണ്ടോ രാവിലത്തെ ട്രക്കിങ്ങിന് പോകാനുള്ള തിരക്കാണ് അവിടെ കാണുന്നത്. അങ്ങനെ ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞായിരുന്നു. അപ്പോൾ ഞങ്ങൾ 3 പേരാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച്. ഇഡ്ഡലിയാണ്, വലിയ ഇഡ്ഡലി കേട്ടോ. ഇഡ്ഡലിയും ഗ്രീൻ പീസ് കറിയായിരുന്നു, ചിക്കനൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ച് അമ്മാവൻ്റെ വീട് വന്നിട്ട് വേണം ഇനി പോകാൻ വേണ്ടി. അപ്പോൾ എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ടോ. 5 അവിടെ വെയിറ്റ് ചെയ്താൽ കേട്ടോ. 5 വെയിൽ കൊണ്ട് പാടത്തോട് നടക്കുക. അങ്ങനെ നമ്മളുടെ കുഞ്ഞുമാനെ വീട്ടിൽ നിന്ന് സാധനങ്ങളെല്ലാം എടുത്തുകൊണ്ട് ഇനി അടുത്ത അമ്മച്ചിയുടെ ആങ്ങളുണ്ട്. ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ അങ്ങോട്ട് പോയാൽ കൊഴുവന എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത്. അവിടെ ചെറിയൊരു ലഞ്ച് അവിടെയാണ്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ വീണ്ടും ഇനി മാനന്തവാടിക്ക് പോകും. അപ്പോൾ എല്ലാവരും വണ്ടിയിലോട്ട് കയറി സംസാരിച്ചു. ഇനി എന്നാണ് ഇങ്ങോട്ട് വന്നതെന്ന് അറിയത്തില്ല കേട്ടോ. കാരണം വെച്ചാൽ അമ്മച്ചി എനിക്ക് ഒരു 15 വർഷം മേളിലായിട്ട് ഇവിടെ വന്നിട്ട്. അല്ല അമ്മച്ചിക്ക് ഭയങ്കര സങ്കടമായിരുന്നു അമ്മ പോകാനൊക്കെ. അമ്മാവനോട് ടാറ്റ വന്നിട്ട് ഞങ്ങൾ വീണ്ടും കൊഴുവനയ്ക്ക് പോകാൻ ഇവിടുന്ന് ഒരു 8 കിലോമീറ്റർ യാത്രയുണ്ട്. ഇനി നമ്മൾ അമ്മച്ചിയുടെ അടുത്ത ആങ്ങളേനെ കാണാൻ വേണ്ടി കൊഴുവനയ്ക്ക് പോകണം. അവിടെ 3 ആങ്ങളമാരുണ്ട് കേട്ടോ. അപ്പോൾ അവരുടെ അടുത്തേക്ക് നമ്മൾ പോകുന്നത്. അവിടെയാണ് നമ്മൾ ലഞ്ചൊക്കെ അറേഞ്ച് ചെയ്തേക്കുന്നത്. കൊഴുവന ചെറിയൊരു ഗ്രാമം കേട്ടോ. എന്തായാലും നല്ല രസമുള്ളൊരു സ്ഥലം കേട്ടോ. നമ്മൾ ഇനി ഇവിടുന്ന് നേരെ അങ്ങോട്ട് നടക്കാം. ഇവിടെ കൂടുതലും റബ്ബറൊക്കെ കൊണ്ട് ഇവർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ അവിടെ കുറേയൊക്കെ. പക്ഷേ നമ്മൾ ഇടുക്കിയിൽ റബ്ബർ ഉണ്ടാകുമ്പോൾ അങ്ങനെ ഉണ്ടാവില്ല കേട്ടോ ഇവിടെ. ഇതാണ് രഹോമാൻ. വണ്ടി തിരിയല്ലേ അമ്മാനെ ബാക്കി എടുത്ത് വെച്ചിരിക്കും. ആ ഒരു സെറ്റപ്പിലാണ്
കൂട്ടത്തിൽ ഏറ്റവും കൊമേഡിയനായിട്ടുള്ള അമ്മാവനാണ്. എന്തായാലും ദേ അമ്മാവൻ്റെ മക്കളും മക്കളുടെ മക്കളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഞങ്ങളൊക്കെ വരണേ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. അവർ അത്യാവശ്യം ഇത് ബാലമ്മാനാണ്, അമ്മച്ചിയുടെ ഏറ്റവും മൂത്ത ഞങ്ങളെയാണ്. ഇത് രഹുമാൻ്റെ വീട്ടിലേക്ക് നമ്മൾ ജസ്റ്റ് ഒന്ന് പോകണം. ഇത് വീട്, അതേ വീട്ടിൽ വീട് കണ്ട നമ്മുടെ അവിടെ നിന്ന് റബ്ബറൊക്കെ കൊണ്ട് ഇവിടെ മൊത്തം ബെറ്റ് ചെയ്ത് വെച്ചാൽ കേട്ടോ. 30 വർഷങ്ങൾക്ക് മുമ്പ് അമ്മാനോട് വന്നപ്പം ഇത് ഫുള്ള് തരിശ് ഭൂമിയായിരുന്നു കേട്ടോ. ഒരു മരം പോലും ഇവിടെ ഇല്ലായിരുന്നു. ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഇതെല്ലാം ഇവർ വന്നതിന് ശേഷം ഇവിടെ നട്ടുപിടിപ്പിച്ചുള്ളതാണ്. റബ്ബർ ഒന്ന് പരീക്ഷ നോക്കിയാൽ, പക്ഷേ വയനാട്ടിൽ ഒരിക്കലും റബ്ബർ ഉണ്ടാവില്ല കേട്ടോ. കാരണം ഇത്രയും പൊക്കമുള്ളൂ കേട്ടോ. ഒരു 2 ആളി പൊക്കത്തിൽ ഇത്രയൊക്കെ പാലുണ്ടാവുള്ളൂ. നമ്മുടെ നാട്ടിലൊക്കെ റബ്ബർ വെട്ടി എന്തിനും പാലാന്നറിയോ. ഇവിടെ എല്ലാ വീടിൻ്റെ മുറ്റത്ത് കണ്ടോ കുറ്റിച്ചെടികൾ ഇങ്ങനെ വെച്ചിട്ടുണ്ട് റോഡിൻ്റെ സൈഡിലായിട്ട്. വഴിയിലോട്ടൊരു എനിക്ക് വേണം അതിരുകളൊക്കെ നിർണ്ണയിക്കാൻ വേണ്ടി വെച്ചേക്കണേന്ന് തോന്നുന്നു കേട്ടോ. കുറേ വീടുകൾ ഞാൻ കണ്ടു. എന്തായാലും ഈ കൊഴുവണ എന്ന് പറഞ്ഞ സ്ഥലം ശരിക്കും വയലുകളാണ് ഫുള്ള്. നമുക്കൊന്ന് കാണാം. ഇവിടെ ലഞ്ച് കഴിക്കുന്ന സമയത്ത് എല്ലാവരും ഇലയൊക്കെ ഇട്ട് ലഞ്ച് കഴിക്കാൻ ഇരിക്കുന്ന ഭാഗമാണ്. ശരിക്കും വയനാട്ടിൻ്റെ ഉൾഗ്രാമങ്ങളിലൂടെ നമ്മൾ യാത്ര ചെയ്യണം. അവരുടെ ജീവിത രീതികളൊക്കെ മനസ്സിലാക്കണമെങ്കിൽ ഇവിടെ ഒരുപാട് ഗോത്രത്തിൽപ്പെട്ട ആൾക്കാരുണ്ട് കേട്ടോ. ഈ കൊഴുവണയിൽ നിന്ന് ഒരു കുറച്ച് പോയാൽ ഈ വയലുകൾക്കൊക്കെ അപ്പുറം കാണുന്ന തമിഴ്നാട് കേട്ടോ. വളരെ അടുത്താണ് തമിഴ്നാട് അതിർത്തി. ഇവിടുന്ന് ഊട്ടിക്കൊക്കെ പോകാൻ വളരെ എളുപ്പം കേട്ടോ. അങ്ങനെ നമ്മൾ തമിഴ്നാടും കേരളത്തോട് കൂടി ചേർന്ന് ജീവിക്കുന്നതാണ് ഇവിടുത്തെ നാട്ടുകാർ. എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാറുണ്ട് എല്ലാവരും. ശരിക്കും പറഞ്ഞാൽ ഇവരെ പല ആൾക്കാരെ അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും അറിയില്ലാട്ടോ. നമ്മളിവിടെ വന്നപ്പോഴാണ് എല്ലാവരെയും ഒന്ന് കണ്ടത്. അപ്പോൾ ഈ പ്രോഗ്രാമൊക്കെ കോർഡിനേറ്റ് ചെയ്ത് ഈ വയനാട്ടിലെ ഈ പ്രോഗ്രാം ഇത്ര നല്ല രീതിയിൽ ചെയ്ത് മണികണ്ഠൻ എന്ന് പറഞ്ഞൊരു നമ്മുടെ രഹുമാനിലിപ്പം കണ്ടില്ല നമ്മൾ വന്നേ. അമ്മാവൻ്റെ മോനും പിന്നെ അവിടെ വേറെ മൂത്തമ്മാവൻ്റെ മോനും എല്ലാവരും കൂടെ കൂടി കേട്ടോ. എല്ലാവരും ഇതിൽ പങ്കുണ്ട്. അപ്പോൾ അവർ നല്ല പാട്ടും ഡാൻസൊക്കെ ആയിട്ട് അടിപൊളിയായിരുന്നു എല്ലാവരും. പക്ഷേ ഇതൊരു എല്ലാവരും ഒത്തുകൂടുമ്പം എന്നാ പറയുന്നത്, നല്ല രസമല്ലേ. ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ആരും ഡാൻസ് കളിക്കാനില്ലായിരുന്നു കേട്ടോ. ഇത് അവിടെയുള്ള സുനിതയാണ്, സുനിത മോളാണ്. അപ്പോൾ അതേ രാജീവ് ഒരാൾ പാട്ട് പാടുന്നത് ഞങ്ങളുടെ ഭാഗത്തു നിന്ന് ഡാൻസ് കളിക്കാൻ വേണ്ടി ആതിര റെഡിയായി. ആതിരത്തിൽ ഡാൻസ് കളി. അങ്ങനെ രഹുമാൻ മുണ്ടൊക്കെ കുത്തി ദേ പാട്ടിനൊത്ത് ചൂടുകൾ വയ്ക്കാൻ തുടങ്ങുന്നത്. തൊട്ടടുത്തേക്കുന്ന സുനിതയാണ്, സുനിതയുടെ മോളാണ് തൊട്ടടുത്തേക്കുന്ന ലച്ചുക്കുട്ടി. എൻ്റെ അടുത്ത് ദിശ നിൽക്കുന്നു. എന്തായാലും എല്ലാവരും ഉണ്ട് കേട്ടോ, അടിപൊളി. അപ്പം എന്നാ പറയുക, ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കുടുംബത്തിൽ ഇങ്ങനെയുള്ള പ്രോഗ്രാംസൊക്കെ വെക്കുമ്പോൾ എല്ലാവരും പങ്കെടുക്കുക, എല്ലാവരും ഡാൻസ് കളിക്കുക. അവിടെ നമ്മൾ നാളൊന്നും നോക്കേണ്ട കാര്യമില്ല. കാരണം നമ്മുടെ കുടുംബക്കാരല്ലേ, നമ്മൾ അറിയണവരല്ലേ എല്ലാവരും. പക്ഷേ ഉണ്ടല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെയാണ് ഇതിൽ പല ആൾക്കാരും നമ്മൾ ഇവിടെ വന്നപ്പോഴാണ് എല്ലാവരും പരിചയപ്പെടുന്നത്. അപ്പം എല്ലാവരുമായിട്ടുള്ള ഒരു ഒത്തുകൂടൽ അത് മാക്സിമം എൻജോയ് ചെയ്യുക എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമ്മുടെ കുടുംബത്തിലാണെങ്കിലും ഇനി ഭാവിയിലാണെങ്കിലും ഒരു പ്രോഗ്രാം വെക്കുമ്പോൾ എല്ലാവരും വരും, അടിച്ചു പൊളിക്കുക. നമ്മുടെ മനസ്സിൽ ചെറിയ പഴക്കങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റിയിട്ട് വന്നിട്ട് നമ്മുടെ കുടുംബക്കാരും ഒത്തുചേരും കേട്ടോ. ഇത് അവിടെ തൊട്ടടുത്തുള്ള മൂപ്പനാട്ടോ, പുള്ളി അടിപൊളിയാണ്. പുള്ളിയുടെ ചെറിയൊരു പാട്ടൊക്കെ പറഞ്ഞൊരു ആഗ്രഹമുണ്ട്, പുള്ളിയുടെ പാട്ടൊന്ന് കേൾക്കാനുണ്ടോ? അങ്ങനെ ഇവിടുത്തെ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞു. മണികണ്ഠന് ആണ് ഈ പ്രോഗ്രാം എല്ലാം അറേഞ്ച് ചെയ്തത്. അപ്പോൾ മണികണ്ഠൻ 1000 താങ്ക്സ് മനസ്സിൽ പറഞ്ഞുകൊണ്ട് ചെറിയൊരു ഫോട്ടോ എടുപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് എല്ലാവരും ഒത്തുകൂടിയിട്ടുണ്ട്. ഇനി ഒരു അമ്മാവൻ്റെ വീടുകളുണ്ട് കേട്ടോ, അത് മാനന്തവാടിയിലാണ്. നമ്മൾ അങ്ങോട്ടാണ് ഇനി യാത്ര ചെയ്യുന്നത്. ഇവിടുന്ന് ഏകദേശം ഒരു 40 കിലോമീറ്റർ അങ്ങനെ യാത്ര ചെയ്യണം. അപ്പോൾ അമ്മാവൻ്റെ ആ വീടുകളെ എല്ലാവരും കണ്ടിട്ടില്ലായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മാനന്തവാടിക്ക് പോകുന്നത്, അല്ലേ എല്ലാവരും ഇങ്ങോട്ട് വന്നേനെ. എന്തെങ്കിലും പറയാണ്ടോ? നമ്മളെ മോഹനമ്മാൻ്റെ വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. ഞങ്ങളുടെ ഏറ്റവും ലാസ്റ്റ് വീടാട്ടോ അത്. കാരണം മാനന്തവാടിയാണ് ഇത്. ഈ ഒരു ഭാഗത്ത് എന്നാ പറയുക, എല്ലാ അമ്മമാരും ഒരുമിച്ച് താമസിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അവസാനത്തെ വീടുന്ന ഒരു 40 കിലോമീറ്റർ അകലെയാണ്. അപ്പോൾ നമ്മൾ മാനന്തവാടിയുടെ കാഴ്ചകൾ കൂടി നമുക്ക് കാണാം. നമുക്ക് അങ്ങോട്ട് പോകാം. നമ്മളിപ്പോൾ ഈ വണ്ടി നിർത്തുന്ന സ്ഥലം വയനാട്ടിൽ ഒരാളെ കടുവയൊക്കെ കടിച്ചു വന്നില്ലായിരുന്നു ഒരാഴ്ച മുമ്പ്. അപ്പോൾ ആ ഒരു സ്ഥലത്തോടെയാണ് നമ്മുടെ യാത്ര.
അങ്ങനെ നമ്മളെ അമ്മാവൻ്റെ അടുത്ത് എത്തിയിരിക്കുന്നു. ഫൈനലി വെയിറ്റ് ചെയ്ത് മടുത്തോട്ടോ. അതെ, സംസാരിക്കാൻ നമുക്ക് പകല് സംസാരിക്കാം, നാളെ പകല്. ഈ സ്ഥലത്തിന്റെ പേരെന്നാ? ഈ സ്ഥലത്തിന്റെ പേര് തോണിച്ചാൽ കുഴികണ്ടം ഭാഗം, വയനാട്. വയനാട്. അതിന്റെ അപ്പുറമൊക്കെ ആന വന്ന സ്ഥലം കേട്ടോ. ആനയില്ല, പൂച്ച വരെയില്ല. അപ്പൊ ക്രിസ്മസിന്റെ കേക്ക് മുറിക്കാൻ പോട്ടോ. ഹാപ്പി ക്രിസ്മസ്, ഹാപ്പി ക്രിസ്മസ്. കേക്കണോ? ഇതൊരു പ്ലം കേക്കാണമ്മ. അങ്ങനെ 2023 ക്രിസ്മസ്. ഹാപ്പി ക്രിസ്മസ്. ഇവിടെ ഉണ്ട് വയനാട് വെള്ളക്കപ്പയാണോ? പന്നി, ചിക്കൻ്റെ ഫ്രൈ. അതേ അമ്മ കിട്ടുകാട്ട്. അതിനമ്മ ഇതന്നെമ്മ പന്നി റസ്ക് പൊരിച്ചത്. ഇപ്പൊ പോർക്ക് റസ്ക് പോലെ പൊരിച്ചു വെച്ചോട്ടോ. എന്തായാലും കൊള്ളാം. ഫുൾ സെറ്റപ്പ്. എന്നാൽ രാവിലെ എണീറ്റ് ഇവിടെ തിരുനെല്ലി ഉണ്ട്. കാട്ടിക്കുളം എന്ന സ്ഥലമുണ്ട്, വയനാടിൻ്റെ ഉൾനാടൻ സ്ഥലങ്ങളാട്ടോ. തിരുനെല്ലി അമ്പലം എന്നൊക്കെ നിങ്ങൾ കേട്ടില്ലേ? അപ്പോൾ ആ വഴിക്ക് രാവിലെ ഒന്ന് പോവാം. ഒത്തിരി മൃഗങ്ങളൊക്കെ ഉള്ള സ്ഥലമാണെന്ന് പറഞ്ഞിട്ട് നമുക്കൊന്ന് പോയിട്ട് ആ കാഴ്ചകളൊന്നും കാണാം. തണുക്കോട്ടോ. നമ്മളിപ്പോൾ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി അവിടം വരെ പോകും. അപ്പോൾ ഈ വഴി പോയാൽ നമുക്ക് കർണാടകത്തിലോട്ട് പെട്ടെന്ന് കിടക്കാം കേട്ടോ. തൊട്ടടുത്ത ഈ വൈൽഡ് ലൈഫ് സാങ്ച്വറി കഴിഞ്ഞിട്ട് വരുന്ന ചെക്ക് പോസ്റ്റാണ് കുട്ട. അപ്പോൾ എന്തായാലും നമ്മൾ അവിടം വരെയൊക്കെ ഒന്ന് പോയി. ഇത് നമ്മുടെ കേരളത്തിൻ്റെ ചെക്ക് പോസ്റ്റാണ്. കിടന്ന് നിങ്ങളുടെ ഇത് കർണാടകത്തിലൂടെ നമ്മൾ സഞ്ചരിക്കണേ. എന്തായാലും ഇത് നമ്മുടെ തോൽപ്പെട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിൻ്റെ വണ്ടിയാണ്. അവിടെ ഒരു മണികണ്ഠൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളി ഞങ്ങൾക്ക് കുറച്ച് ഓറഞ്ചൊക്കെ തന്നു കേട്ടോ. അപ്പോൾ ഇതൊക്കെ മേടിച്ചിട്ട് നമുക്ക് തിരിച്ച് തിരുനെല്ലി അമ്പലത്തിനെ കൊണ്ട് പോകാം. ഇവിടുത്തെ കാടിൻ്റെ ഭംഗിയുണ്ട്, എന്താ രസമാണ് പറയാം. നോക്കി, തിരുനെല്ലി അമ്പലത്തിലോട്ട് നിങ്ങൾ എപ്പോൾ പോയാലും ആനയെ കാണാൻ പറ്റും. കാരണം വെച്ചാൽ അത് ഭയങ്കര ആനത്താരയാണ്. അതിരാവിലെ പോയാൽ ഉറപ്പാണ് റോഡരികിൽ ആന ഉണ്ടാവും. രാത്രി പ്രത്യേകിച്ചും പറയണ്ട, ഡേഞ്ചറാണ്. ചെറിയ വഴിയൊക്കെ ആണ് കേട്ടോ. അതുകൊണ്ട് ആ വഴി പോകുമ്പോൾ നമ്മളൊന്ന് സൂക്ഷിച്ച് വേണം പോകാൻ വേണ്ടി. ഇതൊരു ചെറിയൊരു കൊമ്പനാട്ടോ. പിന്നെ അധികം വലിയ പ്രായമൊന്നുമില്ലെന്ന് തോന്നുന്നു. എന്തായാലും പുള്ളി ഞങ്ങളിത് മൈൻഡ് ചെയ്യുന്ന പോലെ കേട്ടോ. ഇങ്ങനെ പുല്ല് തിന്നുകൊണ്ടിരിക്കുകയാണ്. നല്ല രസമാണ് ഇങ്ങനെ ഒന്ന് കാണാൻ. അവിടെ പുല്ലിങ്ങനെ തിന്നുകൊണ്ടിരിക്കുക. പുള്ളി തുമ്പിക്കൈകൊണ്ട് വയ്യെടുത്ത്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒരു 2 വയസ്സ് പ്രായമുണ്ടോ? എന്തായാലും ഈ വഴി പോകുമ്പോൾ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം എപ്പോഴും ആന റോഡിലോട്ട് വരാവുന്ന ഒരു സ്ഥലമാണ്. പക്ഷേ ഇഷ്ടം പോലെ മൃഗങ്ങളെ കാണാവുന്ന സ്ഥലമാണ് ഈ തിരുനെല്ലി അല്ലെങ്കിൽ തോൽപ്പെട്ടി പോകുന്ന വഴി. വളരെ പ്രശസ്തമാണ് തിരുനെല്ലി ക്ഷേത്രം. കേരളത്തിൻ്റെയും കർണാടകയും അതിർത്തിയിലുള്ള ബ്രഹ്മഗിരി മല ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് 900 മീറ്റർ ഉയരത്തിൽ ഉള്ള മലയുടെ അടിവാരത്തിലാണ് ഈ ഒരു ക്ഷേത്രമുള്ളത്. മാനന്തവാടിയിൽ നിന്ന് 32 കിലോമീറ്റർ യാത്ര ചെയ്താൽ നിങ്ങൾക്ക് തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേരാം. ചുറ്റും വനം കേട്ടോ. വനത്തിൻ്റെ നടുക്കോടെയാണ് നമ്മുടെ യാത്ര. ഏത് സമയം ആനയുള്ളൊരു കൊടും വനത്തിൻ്റെ നടുക്കോടെ. ശരിക്കും നമ്മൾ ശബരിമലയൊക്കെ പോലെ ആ ഒരു ഫീല് നിങ്ങൾക്ക് ഇവിടെ പോയാൽ കിട്ടും. എന്തായാലും വൈഷ്ണവ പാരമ്പര്യത്തിൻ്റെ 108 അഭിമാന ക്ഷേത്രങ്ങളിൽ ഒന്ന് തന്നെയാണ് ഈ ഒരു തിരുനെല്ലി ക്ഷേത്രം. ഇതിൻ്റെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ ക്ഷേത്രം എന്നാണ് പണിതെന്നുള്ള കൃത്യമായ രേഖകളൊന്നും ലഭ്യമല്ല. ചേര രാജാവായ ഭാസ്കര രവിവർമ്മ ഒന്നാമൻ്റെ 962 തൊട്ട് 1919 വരെ ഉള്ള കാലത്ത് തിരുനെല്ലി ദക്ഷിണേന്ത്യയിലെ ഒരു പ്രധാന പട്ടണവും തീർത്ഥാടന കേന്ദ്രവുമായിരുന്നു എന്നതിന് ഡോക്യുമെൻ്ററി തെളിവുകൾ നിലവിലുണ്ട്. ക്ഷേത്രത്തിന് ചുറ്റുമുള്ള ഇടതൂർന്ന വനങ്ങളിൽ 2 പുരാതന ഗ്രാമങ്ങളുടെ അവശേഷങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. ചരിത്രകാരൻ VR പരമേശ്വരൻ പിള്ള തിരുനെല്ലി രേഖകൾ എന്നൊരു പുസ്തകത്തിൽ ഇതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. ഈ ഒരു പാപനാശിനി അരുവിയിൽ ഒരുപാട് ആളുകൾ വന്ന് അന്ത്യകർമ്മങ്ങൾ ചെയ്യാറുണ്ട്. കാരണം ഈ അരുവിയിലെ ജലം നേരെ പോകുന്നത് പവിത്രമായിട്ടുള്ള കാവേരി നദിയിലേക്കാണ്. അവിടെ നിന്ന് നേരെ സമുദ്രത്തിലേക്കും. ശരിക്കും നമ്മൾ വയനാട്ടിൽ വരുവാണെങ്കിൽ തീർച്ചയായിട്ടും കണ്ടിരിക്കേണ്ട ഒരു ക്ഷേത്രം തന്നെയാണ് തിരുനെല്ലി. അങ്ങനെ ഞങ്ങൾ
തിരുനെല്ലി അമ്പലത്തിൽ പോകുന്നത് ആ വഴി കേട്ടോ. തോൽപ്പെട്ടി അങ്ങോട്ട് പോകും, വൈൽഡ് ലൈഫ് സാങ്ച്വറി. അപ്പോൾ ഇവിടെ രാമേട്ടൻ ഉണ്ണിയപ്പം കടയിൽ ഉണ്ണിയപ്പം ഞങ്ങൾ മേടിച്ചു. ഒരു പാക്കറ്റിന് 60 രൂപയുള്ളൂ, 10 ഉണ്ണിയപ്പം ഉണ്ടാവും കേട്ടോ. അടിപൊളി, നല്ല ടേസ്റ്റാണ്. അപ്പോൾ എന്തായാലും ഈ വഴി പോകുമ്പോൾ ഇവിടെ നിർത്തിയിട്ട് ഉണ്ടോ കടലിൽ എല്ലാ ആൾക്കാരും ഇവിടെ നിർത്തി ഉണ്ണിയപ്പം കഴിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ണിയപ്പം കഴിച്ചിട്ട് പോയി. വനത്തിനടുക്കുന്ന ഉണ്ണിയപ്പം തിന്നാൻ വേണ്ടി ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ, പറയാതിരിക്കാൻ വയ്യ. കുത്തിരിക്കേണ്ട ഉണ്ടാക്കുന്ന ഉണ്ണിയപ്പം കേട്ടോ, ഡയറക്റ്റ് കുത്തി, അതായത് മാൻമെയ്ഡ് തന്നെയാണ്. നമ്മൾ മിക്സിയിലിട്ട് ഗ്രൈൻഡറിലിട്ടോ അരച്ചല്ല ഉണ്ടാക്കണേ. അപ്പോൾ അതാണ് എൻ്റെ പ്രത്യേകത. അപ്പോൾ അതായിരിക്കും ഇത്രയും ടേസ്റ്റും ഇത്രയും കച്ചവടമൊക്കെ ഉണ്ട് അവിടെ. എന്തായാലും വരുമ്പോൾ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ, എന്നിട്ട് അഭിപ്രായം പറയാം നിങ്ങൾ. മാനന്തവാടി ടൗണിൽ നിന്നൊരു 3 കിലോമീറ്റർ അകലെയുള്ളൂ കേട്ടോ ഇവിടം വരെ. ഈ മാനന്തവാടി അധികം വലിയ കുന്നേരിയൊന്നും അല്ല കേട്ടോ. അമ്മാവൻ്റെ ഇവിടെ ഒരു നമ്മുടെ കബനി നദിയുടെ ഒരു കൈവഴിയായിട്ടുള്ള ഒരു നദിയൊക്കെ ഉണ്ട് താഴെ. എന്തായാലും നല്ല രസമുണ്ടാകും കാണാൻ. തിരക്കിലാണ്, നമ്മൾ ചോറിനിട്ട് ഉടനെ തന്നെ ഇവിടുന്ന് പോവാണ്. ഇങ്ങോട്ടാ ഫോട്ടോയാ വീഡിയോയാ. അഞ്ചലും ആമ ഇവിടെ നിന്ന് ചോറിനാണ്. ആശുപത്രി ഇത് മാത്രം മതി. അപ്പൊ ആശു അങ്ങനെ കഴിക്കില്ല. ഇതന്നെ അമ്മച്ചി താളുകറിയാണോ? താളുകറിയാ, താളുകറി കൂടി അമ്മച്ചി ചോറിനുണ്ടോ? എല്ലാവരും സന്തോഷം ചോറിനുണ്ട്. ഇതാണ് ഇതിന്റെ മെയിൻ ആള് അമ്മാവൻ. എല്ലാവർക്കും ഈ വയനാടൻ കാഴ്ചകളൊക്കെ ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പം നമ്മൾ ശരിക്കും ഒരു കുടുംബത്തിലെ ഒരു കൂട്ടായ്മയുടെ വീഡിയോയാണ് നിങ്ങൾ കാണിച്ചേക്കുന്നത്. അതിൻ്റെ ഇടയ്ക്ക് വയനാട്ടിലെ കുറച്ച് നല്ല സ്ഥലങ്ങളും കാണിച്ചിട്ടുണ്ട്. ഇതുപോലെ ശരിക്കും നമ്മൾ കുടുംബങ്ങളോടെ ഒരിക്കലെങ്കിലും ഒരു യാത്ര ചെയ്യുക, ഇതുപോലുള്ള എന്നാ പറയുക, എല്ലാവരും കൂടെ ഒരു ഗെറ്റ് ടുഗദറും ഒരു ശരിക്കും വളരെ സന്തോഷമുള്ളൊരു കാര്യമല്ലേ. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്നാ പറഞ്ഞാൽ ഒരുപാട് സമയമൊന്നും ആർക്കുമില്ല. അപ്പം ഇടയ്ക്കെങ്കിലും സമയം കണ്ട്, അപ്പം ഞങ്ങളാണെങ്കിലും ഒരുപാട് ആൾക്കാരുണ്ട്, വളരെ തിരക്കുള്ള ആൾക്കാരുണ്ട്, പല ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പക്ഷേ എല്ലാവരും ഒരു 2-3 ദിവസത്തേക്ക് സമയമൊക്കെ കണ്ടെത്തി വന്ന് സഹകരിച്ചു. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെയും ഒത്തിരി തിരക്കുള്ള ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അവരെല്ലാം ഒരു 2 ദിവസത്തെ സമയം മാറ്റി വെച്ചു. അപ്പം അങ്ങനെ എല്ലാവരും ചെയ്യാൻ വേണ്ടി ശ്രമിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുകയാണ്. വയനാടിൻ്റെ വേറെ ഒരുപാട് ഗ്രാമങ്ങളൊക്കെ കണ്ടുള്ള കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പോൾ ഇനിയും ഇതുപോലെ നല്ല നല്ല കാഴ്ചകളായിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ വീണ്ടും ഒരു നല്ല വീഡിയോ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ. കേട്ടോ, മാർച്ചിൽ കാണും സെറ്റ്. അപ്പോൾ സുന്ദ ആയിക്കോട്ടെ, ഞാൻ വരുമ്പോൾ കാണട്ടോ. മണിയൻ സാർ നീ പറയണല്ലോ കേട്ടോ ഒന്നോടെ. വീണ്ടും സന്ധിക്കുമ്പോൾ വണക്കം. അമ്മയോട് യാത്ര പറയുന്നില്ല, വരുമ്പോൾ കാണാം. അപ്പൊ എല്ലാരും പോവാട്ടോ. പേരെങ്ങനെയായിരുന്നു? അപ്പൊ ഇനി വരുമ്പോ കാണട്ടോ. ഓക്കെ ഓക്കെ. ഇതില് പോവല്ലേ അപ്പൊ നമ്മള് പോലെ മാർച്ച് വരുമ്പോ കാണട്ടോ. ശരി എന്നാ. അപ്പൊ ശരി, ബൈ ബൈ. ബൈ, കാണാട്ടോ. ഇനി വരുമ്പോ കാണാം. ശരി കേട്ടോ, കാണാട്ടോ. അമ്മച്ചിയുടെ മനസ്സിൽ എത്ര ഓർമ്മകളുണ്ടെന്നറിയോ. തൻ്റെ ചെറുപ്പകാലത്തിൽ എത്രയോ പ്രാവശ്യം വന്നേക്കുന്ന വയനാടാണ്. പിന്നെ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് അമ്മച്ചി ഇവിടെ വന്നിട്ടുള്ളത്. കാരണം അതിന് എൻ്റെ കൂടെ നിന്നിട്ടുള്ള എൻ്റെ ഫാമിലിയിലെ എല്ലാ മെമ്പേഴ്സിനോടും ഞാൻ മനസ്സുകൊണ്ടും ഹൃദയം കൊണ്ടും ഒരുപാട് നന്ദി പറയുന്നു. കാരണം വെച്ചാൽ ഈ ഒരു യാത്ര ഇതുപോലെ സാധ്യമാണെങ്കിൽ എല്ലാവരും ഒരുമിച്ച് തന്നെ നിന്നേ പറ്റുള്ളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് വയനാട്ടിലുള്ള എല്ലാവരും ഞങ്ങൾ വന്നപ്പോൾ അവർ ഞങ്ങളെ സ്വീകരിക്കാൻ കാണിച്ച ആ ഒരു സ്നേഹം ശരിക്കും നമ്മുടെ തന്നെ കണ്ണ് നിറയുന്ന കാഴ്ച തന്നെയാണ്. അപ്പോൾ ഇനിയും വരും വർഷങ്ങളിൽ ഇതുപോലെയൊക്കെ വരാൻ ഞങ്ങൾക്ക് ദൈവം ഒരു ആയുസ്സും അനുഗ്രഹമൊക്കെ തരട്ടെ എന്ന് മനസ്സുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു.